ഹായ് വെൽക്കം. അപ്പോൾ ഇന്നൊരു ക്രിസ്പി പൊട്ടാറ്റോ റെസിപ്പിയാണ്. അതിനായി മീഡിയം സൈസിലുള്ള 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതിക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുക. കുറച്ച് കായം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം പൊട്ടാറ്റോയിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പം വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നല്ല ക്രിസ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ചോറിനൊപ്പം കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ആണ്. നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. എൻ്റെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പൊട്ടാറ്റോ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ള പൊട്ടാറ്റോ ഞാൻ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ഫ്രൈ ആകുമ്പോഴേക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. മുഴുവനായിട്ടും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിച്ചാലും ഇനി ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിച്ചാലും ഒക്കെ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക്സ്.